കിലോ 100, ബീൻസ് 2.5 കിലോ 100. എങ്ങോട്ടോ ഒരു യാത്ര ഇതിരുന്ന് ട്രിപ്പ് എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ ഉണ്ടാവും. സമയം രാത്രി 1:20. നമ്മൾ അങ്ങനെ നേരെ പോയത് കൂർഗിൽ ഷാമോന്റെ ഫ്രണ്ട് ജോമോന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ജോമോന്റെ വീട്ടിലെത്തി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ പിന്നെ ആലോചിക്കുന്നത് കുളിക്കണോ വേണ്ടയോ എന്നാണ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ പുഴയിൽ കുളിക്കാൻ പോയി അല്ലടാ. ഈ വരുന്നതാണ് ജോജി, അതായത് നമ്മുടെ ജോമോൻ. ആ ബാക്കിൽ വലിയ ബക്കറ്റായിട്ട് വരുന്നതാണ് ആപ്പിക്കുട്ടൻ. ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി പുഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാരും അവിടെ ആസ്വദിച്ച് അർമ്മതിച്ച് കുളിച്ചു. കുളിയും ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് അവരുടെ നാട്ടിൽ ചെറിയൊരു പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. ഗൈസ് കർണാടകയിലെ കസേരയിൽ കളി. ഇത് അവരുടെ ട്രഡീഷണൽ ഡാൻസും പാട്ടുമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കുറേ സമയം അവരുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ കൂർഗുകാരുടെ സ്നേഹവും ഒത്തൊരുമയൊക്കെയാണ്. പിന്നെ നേരെ പോയത് ഒരു കഫേയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ ഇത്രയും കാലം കൂർഗിൽ വന്നിട്ട് നമ്മൾ ഈ കഫേ എന്താ അറിയാണ്ട് പോയി എന്ന് ആലോചിച്ചു പോയി. കാരണം അത്രയും നല്ല അടിപൊളി വൈബാണ് അവിടെ ഉണ്ടായത്. ഇവിടെ കഫേ മാത്രമല്ല കേട്ടോ, സ്റ്റേയും ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ സ്റ്റേ ചെയ്യാനുള്ള അടുത്ത ട്രിപ്പും നമ്മൾ പ്ലാൻ ആക്കിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ റിവർ സൈഡിൽ നിന്ന് നല്ല കോഫി എല്ലാം കുടിച്ച് നമ്മൾ നേരെ പോയത് കൂർഗിൽ തന്നെയുള്ള ഈ ഒരു റിസോർട്ടിലേക്കാണ്. അവിടുത്തെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എലിഫന്റ് ക്യാമ്പിലേക്ക് പോയി. ഇത് നമ്മൾ ഒരു ഒറ്റ മൈൻഡ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അടുത്ത ഒറ്റ മൈൻഡ് ട്രിപ്പിന്റെ പ്ലാനൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയി.